ഈ രാമനിലയത്തിൽ വെച്ച് ജാവ്ദേക്കർ കണ്ടപ്പോൾ എന്താണ് സംസാരിച്ചത് ശരിക്കും? അല്ല, രാമനിലയത്തിൽ വെച്ച് ഞാൻ ജാവേദ്കർജിയെ കണ്ടിട്ടില്ല. രാമനിലയത്തിൽ ഞാൻ പറഞ്ഞത് രാമനിലയത്തിൽ ഒരു മുറിയിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാമനിലയത്തിലേക്ക് വരുന്നത്. കാരണം എന്തിനാണ് രാമനിലയം സെലക്ട് ചെയ്തത്? എൻ്റെ വീട് തൃശ്ശൂരിൽ തന്നെ അയ്യന്തോളുണ്ടല്ലോ. അവിടുത്തെ മാധ്യമപ്രവർത്തകർ എത്രയോ തവണ എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. പല പത്രസമ്മേളനങ്ങളുടെയും ഭാഗമായിട്ട് അവിടെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ വരാതെ രാമനിലയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞത് ശ്രീമാൻ ഇ പി ജയരാജൻ്റെ താല്പര്യാർത്ഥമാണ്. ഞാൻ അവിടെ ചെല്ലുന്നു, ഒരു റൂം ബുക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നലെ ഇത് പറഞ്ഞതാണ്. ഒരു മുറി ബുക്ക് ചെയ്യുന്നു, ആ മുറിയിൽ ഞാൻ ഇരിക്കുന്നു, അവിടെ നന്ദകുമാർ ഇരിക്കുന്നു. ഫോൺ ചെയ്ത് ചോദിക്കുന്നു. ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇവിടെ സഖാവ് രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ്, മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ട് എന്ന് പറയുകയാണ്. അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി, ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് കോറിഡോറിലേക്ക് നടന്നു ചെല്ലുന്നു. കോറിഡോറിലേക്ക് ഞാൻ നടന്നു ചെല്ലുന്ന സമയത്ത് മന്ത്രി രാധാകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പോലീസ് ഓഫീസേഴ്സും എല്ലാം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊരു നമസ്കാരം പറയുന്നു, അദ്ദേഹവും ഒരു നമസ്തേ പറയുന്നു, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നു. ഞാൻ വീണ്ടും തിരിച്ച് റൂമിൽ വരുന്നു. അങ്ങനെ റൂമിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ശരിയാണ്, മിനിസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷമാണ് ഈ മുറിക്കകത്തേക്ക് ശ്രീമാൻ ഇ പി ജയരാജൻ വരുന്നത്. അവിടെ വന്നിരുന്നുകൊണ്ട് ഞാനും ഈ നന്ദകുമാറും ഇ പി ജയരാജനും കൂടി സംസാരിച്ചത്, ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നന്ദകുമാർ പറയുന്നുണ്ടെങ്കിൽ നന്ദകുമാറിനെ കൊണ്ട് ശ്രീമാൻ ഇ പി ജയരാജൻ പറയിപ്പിക്കുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അല്ല, മന്ത്രി രാധാകൃഷ്ണൻ വന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്കാണ്. എത്രയോ ആളുകൾ രാമനിലയത്തിലേക്ക് വരുന്നു. ഞാൻ എവിടെ വെച്ച് മന്ത്രിയെ കാണുമ്പോഴും, അന്ന് ഗോവിന്ദ മാസ്റ്റർ യാത്രയായിരുന്നു. അല്ല, ജസ്റ്റ് നമസ്തേ. ഞാൻ എവിടെ വെച്ച് ഈ രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കണ്ടാലും ഞാൻ നമസ്കാരം പറയാറുണ്ട്, അദ്ദേഹവും നമസ്കാരം പറയാറുണ്ട്. തീർച്ചയായിട്ടും രാമനിലയത്തിൽ CCTV ക്യാമറ ഉണ്ട്, അവിടെ ലോഗ് ബുക്ക് ഉണ്ട്, ഇഷ്ടമുള്ള ആള് വരുന്നതാണ്. എന്തൊരു തെളിവ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നാണ് EP ചോദിക്കുന്നത്. താൻ അവിടെ ചെന്നതായിട്ട് അന്ന് CCTV ക്യാമറ കേരളത്തിലെ മുഖ്യമന്ത്രിമാരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും, പല പ്രമുഖമായിട്ടുള്ള കേസുകളുടെ വരെ ഫയലുകൾ സെക്രട്ടേറിയറ്റിനകത്തു നിന്ന് അട്ടിമറിക്കപ്പെടുന്നതുമൊക്കെ നമ്മുടെ കൺമുന്നിൽ നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഒട്ടും വില കൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നത്.